കരുണയുടെ അവസാന മണിക്കൂർ 58. അഹങ്കാരം എന്ന പാപത്തിനെതിരെയുള്ള മുന്നറിയിപ്പും എളിമ എന്ന പുണ്യത്തിൻ്റെ പ്രാധാന്യവും. എൻ്റെ മക്കളെ, സ്നേഹവും എളിമയും അഭ്യസിക്കുക. എളിമയില്ലാത്ത മനുഷ്യൻ പിശാചിന് എളുപ്പത്തിൽ ഇരയായിത്തീരുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ എത്രയധികം അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നെ എതിർക്കാൻ പോരുന്നത്രയും അഹങ്കാരമാണ്. എൻ്റെ പ്രിയ ജനമേ, എന്നിൽ നിന്നകന്ന് ജീവിക്കുന്ന മനുഷ്യർ പിശാചിൻ്റെ ഇരകളാകുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നതേയില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തിന്മ അഹങ്കാരമാണ്. ഈ കാലത്ത് അത് ആത്മാവിന് വളരെ വലിയ അപകടവുമാണ്. കാരണം അത് മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായി സാത്താന് വാതിൽ തുറന്നു കൊടുക്കുന്നു. എൻ്റെ ജനമേ, ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എളിമ വിതയ്ക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുവഴി നിങ്ങളുടെ മനസ്സുകളും ചിന്തകളും നിങ്ങളുടെ ഉള്ളിലുള്ളവയുടെ ബഹുസ്ഫുരണമായി തീരട്ടെ. എളിമയിൽ നിങ്ങളെ പരിപൂർണരാക്കുക. വിനീതരായിരിക്കുക. ഇന്നത്തെ തലമുറയിൽ ഇല്ലാത്തതും അത് തന്നെയാണല്ലോ. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണെങ്കിലും നിങ്ങൾ ആരും തനിച്ചല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്നും നിങ്ങളെ ആരോടൊത്ത് ജീവിക്കാനാണോ ഞാൻ വിളിച്ചത് അവയുടെ ഇടയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്നും അംഗീകരിക്കാനുള്ള എളിമയാണ് വേണ്ടത്. വിനീതരെയാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. എൻ്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അടുത്ത് എൻ്റെ സ്നേഹവുമായി എത്തുന്ന ആദ്യത്തെ ആളാവുക. അവരോട് ക്ഷമ ചോദിക്കേണ്ടപ്പോൾ മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ക്ഷമ ചോദിക്കുക. എളിമയില്ലാത്തതിനാൽ അവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അവരെന്നെ കാണുകയുമില്ല. എൻ്റെ മക്കളെ, എളിമയുടെ വഴിയിലൂടെ മുന്നേറുന്നത് തുടരാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ സുവിശേഷത്തിൻ്റെ വഴി എളിമയുടെ വഴിയാണ്. എളിമ എന്നാൽ ആവശ്യക്കാരെ സഹായിക്കുക എന്നതും എന്നെ നിഷേധിക്കുന്നവർക്ക് എൻ്റെ സത്യത്തിൻ്റെ വചനം എത്തിച്ചു കൊടുക്കുക എന്നതും അവർ എന്നെ നിഷേധിക്കുമ്പോൾ ശബ്ദമുയർത്തുക എന്നതും എന്നെ മറന്നുപോയവരുടെ കണ്ണുകളിലേക്ക് നേരെ തന്നെ നോക്കുക എന്നതുമാണ്. അഹന്ത മൂലം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും എന്നറിഞ്ഞിരിക്കുക. എൻ്റെ ജനമേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന തടസ്സങ്ങളെ ആട്ടിയോടിക്കാൻ മനുഷ്യൻ തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെയും മൂഢതയെയും നിർമ്മാർജ്ജനം ചെയ്യണം. എളിമയാണ് ഈ കാലഘട്ടത്തിലേക്കുള്ള കിരീടം. എന്നാൽ അഹങ്കാരമാകട്ടെ അതിൻ്റെ ഉടമസ്ഥനെതിരെ തന്നെ തിരിയുന്ന ഒരു സർപ്പമത്രേ. അഹങ്കാരം പിശാചിൽ നിന്നാണ് വരുന്നത്. എന്നാൽ എളിമ മനുഷ്യമക്കളിലുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അഹങ്കാരികളെയാണ് പിശാച് തേടുന്നത്. മാനസാന്തരപ്പെടാനുള്ള എൻ്റെ ആഹ്വാനം സ്വീകരിക്കുക. എന്നിൽ നിന്ന് മുഖം തിരിക്കാതെ എന്നെ സ്വീകരിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ ശ്രവിക്കും. ഈ നാളുകളിൽ പിശാച് തൻ്റെ ആളുകളിൽ വളരെ കുറച്ചു പേരെ മാത്രമേ നരകത്തിൽ അവശേഷിപ്പിച്ചിട്ടുള്ളൂ എന്ന് കാണുക. അവരിൽ മഹാഭൂരിപക്ഷവും ആത്മാക്കൾക്കെതിരെയുള്ള പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ യുദ്ധം എന്നത് എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കെതിരെയുള്ള ഒരു ആത്മീയ യുദ്ധമാണ്. അത് ആത്മീയമായിരിക്കുമ്പോൾ തന്നെ ഭൗതികമായും നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു യുദ്ധമത്രേ. നിങ്ങളുടെ മാനുഷികമായ ഈഗോയെ ഉത്തേജിപ്പിച്ച് നിങ്ങളെ അഹങ്കാരികളും ഉദ്ധതരും ആക്കി തീർത്ത് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നും നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ വണങ്ങണമെന്നുമുള്ള ചിന്ത അവൻ നിങ്ങളിൽ കുത്തിവയ്ക്കുന്നു. ഇത് നല്ലതിനല്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ എളിമപ്പെടാതിരിക്കുമ്പോൾ പിശാച് തന്നെ വിജയിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പല മക്കളും എന്നോട് പറയുന്നത് ഞാൻ കാണുന്നു, കർത്താവേ, ഞാൻ ഭൗതികനല്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്നാൽ അവർ ലോകത്തിൽ എല്ലാ കാര്യത്തിലും നല്ല വിധം സ്വീകരിക്കപ്പെടുന്നതിനായി തികച്ചും ലോകപ്രകാരമാണ് ജീവിക്കുന്നത്. ചിലർ തങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയാതെ പോകുന്നവരെ വെറുക്കാൻ പാകത്തിൽ അഹങ്കാരികളാകുന്നു. കയ്പ് നിറഞ്ഞ കഠിന ഹൃദയത്തിനുടമകളായതുകൊണ്ട് ആത്മീയമായി വളരാൻ സാധിക്കാതെ പോകുന്ന എൻ്റെ എത്രയോ മക്കളുണ്ട്.
അഹങ്കാരവും അത്യാഗ്രഹവും അഹംബോധവും കൊണ്ട് അന്ധനും കഠിനഹൃദയനുമായ ഒരാൾ മറ്റുള്ളവരുടെ വേദനകളോട് നിസ്സംഗനായിരിക്കും. മനുഷ്യഹൃദയങ്ങളിലെ ഇതുപോലെയുള്ള തിന്മകളാണ് എൻ്റെ മക്കളെ കഠിനഹൃദയരും സ്വയം കേന്ദ്രീകൃതരും ആക്കി തീർക്കാൻ വേണ്ടി ആധുനിക ലോകം അവരിലേക്ക് കുത്തിവെക്കുന്നത്. ഔദത്യമുള്ള മനുഷ്യൻ എൻ്റെ നിയമങ്ങൾ അനായാസം മറക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, എന്താണ് അഹന്തയെന്ന് തിരിച്ചറിയുക. എന്തുകൊണ്ടെന്നാൽ അഹന്ത നിങ്ങളെ അതിശയോക്തിപരമായ ദുരഭിമാനത്തിലേക്ക് നയിക്കും. ആ അവസ്ഥയിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് തിരിച്ചറിയാനും തങ്ങളുടെ വഴി തിരുത്തുവാനും സാധിക്കുകയുള്ളൂ. ഈ ദുരഭിമാനം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലേക്ക് ആ വ്യക്തിയെ നയിക്കും. ആരെങ്കിലും തങ്ങളുടെ സഹോദരരെ നിരന്തരമായി മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന ഒരു ആത്മീയ രോഗമാണ്. മനുഷ്യൻ്റെ ദുരഭിമാനം മൂലം നിഷ്കളങ്കർ കൊല്ലപ്പെടുന്നു, മറുതലിപ്പിന് പിന്തുണയേറുന്നു, പീഡനങ്ങൾ ശക്തി പ്രാപിക്കുന്നു, ഭിന്നതകൾ വർദ്ധിക്കുന്നു. ശക്തന്മാർ തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നു, മർദ്ദകർ ആനന്ദിക്കുന്നു. മനുഷ്യൻ അവൻ്റെ തന്നെ ദുരഭിമാനത്തിൽ നശിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, എന്നാൽ നിങ്ങൾ എന്നെ തിരസ്കരിക്കുന്നു. എൻ്റെ ജനം തങ്ങളുടെ തന്നെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. അതിൻ്റെ പേരാണ് അഹങ്കാരത്തിൻ്റെ സാമ്രാജ്യം. തൻ്റെ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാനായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ യൂദാസിനെ പ്രേരിപ്പിച്ചത് അഹങ്കാരമായിരുന്നു എന്ന് ഓർക്കുക. ലൂസിഫറിൻ്റെ പതനത്തിന് കാരണവും അഹങ്കാരമായിരുന്നു. അനുതപിക്കാൻ വിസമ്മതിക്കുകയും തങ്ങൾ എന്നിൽ നിന്ന് അകലെയാണെന്നും എൻ്റെ ഹിതത്തിന് വിരുദ്ധമായാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും തിരിച്ചറിയാത്ത എൻ്റെ മക്കളെ നയിക്കുന്നതും അതേ അഹങ്കാരം തന്നെയാണ്. തൻ്റെ തന്നെ വിജൃംഭിതമായ അഹന്തയുടെ പരിണിത ഫലമായി തനിക്കെതിരെ തന്നെ കഠിനമായ ന്യായവിധി നടത്തുന്ന നിമിഷം വരെയും അഹങ്കാരിയായ ഒരാൾ എൻ്റെ വചനം സ്വീകരിക്കുകയോ എൻ്റെ ഉപദേശം കൈക്കൊള്ളുകയോ എൻ്റെ സഹായം തേടുകയോ ചെയ്യില്ല. അഹങ്കാരമാണ് എല്ലാ തിന്മകളുടെയും മാതാവ്. അതിനുള്ള പ്രതിവിധി സ്നേഹവുമാണ്.